സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജിയെ പറ്റി പറഞ്ഞു. അതായത് അധികാരം പറയാത്ത ഒരു സൈക്കോളജിക്കൽ ഫാക്ട്, അതായത് നമ്മുടെ ക്യാപിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ അതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്, ക്യാപിറ്റലുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അധികാരം പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതുമല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഒരു, അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡിങ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളും നമ്മൾ ആ ഒരു തിയറി പഠിച്ച് വരുന്ന ടൈമിൽ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റിയല്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് എല്ലാവരും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു പെർട്ടിക്കുലർ കാര്യമുണ്ട്. നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ടൈമിൽ ഒരു കറക്റ്റ് TP ടാർഗറ്റ് വെക്കണം, അതേപോലെ SL വെക്കണം. അത് നിങ്ങൾ സിസ്റ്റത്തിൽ വെക്കണം എന്നുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ ഒരു കണക്ക് പ്രകാരം നമ്മുടെ നോർമലി ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നോർമലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ പ്രകാരം 90% അല്ലെങ്കിൽ 93% ആൾക്കാർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ട്രേഡിങ്ങിൽ സക്സസ് ആവുന്നില്ല. അതിൽ തന്നെ ബാക്കിയുള്ള ഒരു കുറച്ച് പെർസെൻറ്റേജോളം ബ്രേക്ക് ഈവണിൽ നിന്ന് കളിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് ക്യാപിറ്റൽ കംപ്ലീറ്റ് ലോസ് ആവുന്നു, ബാക്കിയുള്ളത് ബ്രേക്ക് ഈവണിൽ നിന്ന് കളിക്കുന്നു. ഒരു 1%, 2% അല്ലെങ്കിൽ 3% ഒക്കെയാണ് മാക്സിമം ആൾക്കാർ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, സോ ഇതിനുള്ള റീസൺ എന്താണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഫോറക്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾ, നോർമലി ഇറങ്ങുന്ന ഒരാൾക്കാർ ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയൊക്കെ പറഞ്ഞ പോലെ തന്നെ, ഓക്കെ, പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കാം. ഫോറക്സ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ കുറേ ആൾക്കാർ കുറേ പ്രോഫിറ്റ് കാണിക്കുന്നു, കുറേ വണ്ടി എടുക്കുന്നു, ലംബോർഗിനി, ഫെറാറി കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ എനിക്കും ഇതേപോലെ ആവാം, പെട്ടെന്ന് തന്നെ പൈസക്കാരനാവാം എന്നുള്ളൊരു ചിന്ത നമ്മളെ മൈൻഡിലുണ്ടാവും. സോ നമ്മുടെ ഒരു പതനത്തിലേക്ക് നയിക്കുന്ന ചിന്തയും കൂടെ അത് തന്നെയാണ്. അതായത് പെട്ടെന്ന് പൈസക്കാരനാന്നുള്ള ചിന്ത. ട്രേഡിംഗ് ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കാതെ ട്രേഡിങ്ങിനെ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നുള്ള ഒരു ഫോമിലേക്ക് ട്രേഡിങ്ങിനെ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിൽ 5-10 ആക്കാനും 10-20 ആക്കാനും 20,000 ആക്കാനും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രേഡ് കംപ്ലീറ്റ്ലി എന്താ പറയുക, പ്രോഫിറ്റബിളായി വരില്ല. അത് പോയി ബൈ ടൈം പ്രോഫിറ്റബിളായി വരില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡ്, ഇതൊക്കെ മിക്കവരും പറയുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇതായിട്ട് തോന്നാം, കോൺട്രവേഴ്സലായിട്ട് തോന്നാം. കാരണം ഇവനെന്താ ഇങ്ങനെ പറയുന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ബേസ്ഡ് പറയുകയാണ്. അതായത് നമ്മളൊക്കെ പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡ് എടുക്കുന്ന ടൈമിൽ SL കറക്റ്റായിട്ട് വെച്ചിരിക്കണം എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ മോസ്റ്റ് ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വെക്കുന്ന SL ഹിറ്റ് ചെയ്ത് അതിന് ശേഷം പ്രൈസ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു രീതി. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ട്രേഡിങ് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഈ പറയുന്ന 100 ആൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 100 ആൾക്കും കിട്ടുന്നത് ഒരേ നോളജാണ്. അല്ലെങ്കിൽ ഒരു 1000 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ 1000 പേർക്ക് കിട്ടുന്ന ഒരേ നോളജാണ്. ഒരു 1 lakh ആൾക്കാർ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 1 lakh ആൾക്കാർ കിട്ടുന്നത് ഒരേ നോളജാണ്. സെയിം കണ്ടന്റ്, സെയിം സംഭവങ്ങൾ, റെസിസ്റ്റൻസ്, സപ്പോർട്ട്, ട്രെൻഡ് ലൈന്, കാൻഡിൽ സ്റ്റിക്സ്, പാറ്റേൺസ്, ഇതൊക്കെയാണ് എല്ലാവരും പഠിക്കുന്നത്. അതായത് ട്രേഡിങ്ങിൽ ഇറങ്ങുന്ന ഒരുവിധം എല്ലാവരും പഠിക്കുന്നത്. ഇതൊന്നും പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബേസിക് നോളജ് കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇങ്ങനെ എല്ലാവരും ഇത് പഠിച്ച് എല്ലാവർക്കും അതേപോലെ തന്നെ ട്രേഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എവിടെയാണ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ലിക്വിഡിറ്റി എവിടെയാണ് ഉണ്ടാവുക? മാർക്കറ്റ് ലിക്വിഡിറ്റി ഇല്ലാതെ മാർക്കറ്റ് മൂവ് ചെയ്യില്ല. ഒരാളുടെ ലോസാണ് മറ്റൊരാൾക്ക് പ്രോഫിറ്റായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ഒരാൾ ലിക്വിഡിറ്റി പ്രൊവൈഡറായി മാറുകയാണ്. പ്രൊവൈഡർ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ സ്വയം ആ ഒരു ഏരിയയിലേക്ക് പുഷ് കിട്ടാൻ, അല്ലെങ്കിൽ ഇത് കിട്ടാൻ നമ്മുടെ ക്യാപിറ്റൽ കൊടുത്തിട്ട് ലോസ് എടുത്തിട്ട് അത് ബാക്കിയുള്ളവരെ പൊസിഷനിലേക്ക്, വിന്നിങ്ങിലേക്ക് ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ. അപ്പോൾ ഇത്രയും ആൾക്കാർ സെയിം സാധനം പഠിക്കുന്നു, സെയിം ഇതിന് പാറ്റേണിൻ്റെ പിറകെ, അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് പുറകെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക,
ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നത് അല്ലെ പഠിക്കുന്നത് ഈ സെയിം സാധനമാണ്. ഈ 93 97% ആൾക്കാർ ചെയ്യുമ്പോൾ സെയിം സാധനമാണ്. അതുകൊണ്ട് തന്നെ ആ 97 ആൾക്കാരും ട്രേഡിങ്ങിൽ സക്സസ് ആവുന്നില്ല. ബാക്കി 3% മാത്രമേ ട്രേഡിങ്ങിൽ സക്സസ് ആവുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഈ 3% ട്രേഡ് ചെയ്യുന്നത് ഈ ചെയ്യുന്ന 97% ചെയ്യുന്ന ആൾക്കാരുടെ അഗെയിൻസ്റ്റാണ്. അവരുടെ സൈക്കോളജിക്ക് അഗെയിൻസ്റ്റാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് സപ്പോസ് നിങ്ങളിപ്പം ഒരു പാറ്റേൺ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ട്രെൻഡ് നോക്കുന്ന ടൈമിൽ ഞാൻ മുന്നേയും കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ട്രേഡ് അനലൈസ് ചെയ്യുന്ന ടൈമിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ അത്രയ്ക്ക് വിസിബിൾ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 4 ഹവറിലും 1 ഹവറിലൊക്കെ 1 ഡേയിലൊക്കെ അത്രയ്ക്ക് വിസിബിൾ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് നെക്ക് ലൈനിന് ബ്രേക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് റിവേഴ്സൽ ആവാനുള്ള ചാൻസ് ഹൈ ആണെന്നുള്ളത്. അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഈ പറയുന്ന എല്ലാവർക്കും വിസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഗ്രാഫിൽ കാണുന്നത്, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, അപ്പം മോസ്റ്റ്ലി എല്ലാവരും എന്താ ചെയ്യുക? പാറ്റേൺ ബ്രേക്ക് ഔട്ടിൽ എന്ത് ചെയ്യും? ഓക്കെ, ഇത് സെല്ലിംഗ് ആണ്, അപ്പോൾ ഷോർട്ട് ചെയ്യും, SL വെക്കും. ഈ ഷോർട്ട് ചെയ്യുന്ന ടൈമിൽ സെല്ലേഴ്സ് വരുന്നു, വീണ്ടും റീറ്റെയിലേഴ്സ് അതിലേക്ക് ഏഡാവുന്നു. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ബ്രേക്ക് ഔട്ട് ട്രേഡാണ്, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ബ്രേക്കാണ്, ആൾക്കാർ കംപ്ലീറ്റ് എൻ്റർ ചെയ്യുന്നു. ഈ എൻ്റർ ചെയ്യുന്ന ആൾക്കാരുടെ SL ഷോൾഡറിൻ്റെ ലെവലിൻ്റെ മേലെയായിരിക്കും മിക്ക ടൈമിലുണ്ടാവുക. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമാറ്റ് ആണെങ്കിൽ ആ ഷോൾഡറിൻ്റെ മേലെയായിരിക്കും മിക്കതുണ്ടാവുക. പ്രൈസ് ഈ പറയുന്നത് പോലെ ഒരു ഡിപ്പ് എടുക്കുന്നു, ആ ഡിപ്പിൽ സെല്ലേഴ്സ് റീറ്റെയിലേഴ്സ് വരുന്നു, തിരിച്ചിതേപോലെ മേലേക്ക് പ്രൈസ് പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും SL എടുക്കുന്നു, അതിനുശേഷം പ്രൈസ് ഡ്രോപ്പ് ആകും. ഇങ്ങനെ ഒരു ചാൻസ് മാർക്കറ്റിൽ അധിക ടൈം ഉണ്ടാവാറുണ്ട്. അത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മാത്രമല്ല ഞാൻ പറയുന്നത്, നോർമലി നമ്മൾ വരുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആവട്ടെ, പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡ് ആവട്ടെ, എന്താവട്ടെ, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു രീതിയിലുള്ള ട്രാപ്പ് ചെയ്ത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് ലിക്വിഡിറ്റി എടുത്ത് പോകുന്ന ട്രേഡ്സ് വളരെ അധികമായിരിക്കും. അപ്പോൾ നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ തന്നെ നമുക്കത് ഫോളോ ചെയ്ത് പോകുന്ന ടൈമിൽ നമ്മൾ സപ്പോർട്ടിൽ ബൈ ചെയ്യാൻ നോക്കും. പക്ഷേ സപ്പോർട്ടിൽ ബൈ ചെയ്ത് അതിന് താഴെയുള്ള സ്വിങ്ങിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇത് 100% ഈ പറഞ്ഞ 97% ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കുക ഇതിന് താഴെയായിരിക്കും. അപ്പം വലിയ പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഈസിയായി അവിടെ പോവുക, അവിടെ നിന്ന് ഷോർട്ട് ചെയ്യുക, ഈ ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി എടുക്കുക, ഗ്രാബ് ചെയ്യുക, വീണ്ടും പ്രൈസ് മേലേക്ക് എടുക്കുക. അപ്പോൾ നമ്മളെ ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ടൈമും മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇതല്ലാത്ത കേസ് ഉണ്ടാവും, ഈ പറയുന്ന പോലെ ഈ പാറ്റേൺസ് ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്യും. കാരണം അവർക്ക് നമ്മളെ വിശ്വസിപ്പിക്കണം എന്ത്, ഓക്കെ ഈ പാറ്റേൺസ് വർക്കിംഗ് ആണ്, ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തു, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് വന്നു, ഫോൾ വന്നു. അതൊക്കെ ചെറിയ ഫോൾ കാര്യങ്ങളായിരിക്കും, അതൊരു വലിയ ഫോളിലേക്ക് പോവില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 100 ടൈംസ് ഈ ഒരു സെയിം പാറ്റേൺ ഒക്കെ വരുന്ന ടൈമിൽ അതിലൊരു 30 ടൈംസ് അല്ലെങ്കിൽ ഒരു 60 ടൈംസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ ഇതുപോലെ, അല്ലെങ്കിൽ 30 ടൈംസ് 40 ടൈംസ് നോക്കുക, 40 ടൈംസ് മാത്രമേ ഇതുപോലെ കറക്റ്റ് ആ പാറ്റേൺ ഫോളോ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അവർക്ക് നമ്മളെ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഈ പാറ്റേൺ വർക്കിംഗ് ആണ്, ഈ പെർട്ടിക്കുലർ പാറ്റേൺ വർക്കിംഗ് ആണ്, ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലായി ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് ഫോളോ ചെയ്യാന്നുള്ള രീതിയിലേക്ക്. അപ്പം എന്താണ്, നെക്സ്റ്റ് ടൈം അത് ചെയ്യുന്ന ടൈമിൽ അത് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ലിക്വിഡിറ്റി കിട്ടും, കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പറ്റും, കൂടുതൽ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിസ്റ്റമാണ് കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയും ഓക്കെ ഇങ്ങനെയൊന്നും ഇല്ല മാർക്കറ്റ്, പിന്നെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്ലേ റീറ്റെയിലേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്ലേ എന്ന് പറയാൻ പറ്റും. കാരണം മാർക്കറ്റിന് വേണ്ട ലിക്വിഡിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് മൂവാണ്, അത് അവർക്ക് കിട്ടുന്നുണ്ട്. സോ മോസ്റ്റ് കേസിൽ ഇതാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡിലേക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ എടുക്കുന്ന ട്രേഡിലേക്ക്, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ പ്രോപ്പറായിട്ട് ബൈ ചെയ്യാതെ സപ്പോർട്ട് എടുത്ത്, അതായത് കുറേ ടൈം ഒരു സ്ഥലത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും, അതിനൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി, അത് ഫേക്ക് ഔട്ട് ട്രേഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയി. നോർമലി നമുക്കൊരു ഫേക്ക് ഔട്ട് തന്ന് പ്രൈസ് ഉള്ളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് ഒരു പതിവുണ്ടായിരുന്നു. അത് മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. ബ്രേക്ക് ഔട്ട് എടുത്ത് വീണ്ടും ഉള്ളിലേക്ക് വന്ന് സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രൈസ് സ്പൈക്ക് കൊടുക്കും മേലേക്ക്, അതിനുശേഷം ഒന്നുകൂടെ താഴേക്ക് വന്ന് വീണ്ടും എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട്
എൻട്രി എടുക്കുന്ന ടൈമിൽ കൺഫർമേഷന് ശേഷം മാത്രം എൻട്രി എടുക്കുക. പിന്നെ ഇതേപോലെ ട്രെൻഡ് ലൈന് അല്ലെങ്കിൽ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്യാപിറ്റൽ $10,000 ആണെന്ന് വിചാരിക്കും, നിങ്ങൾ എടുക്കുന്ന ലോട്ട് സൈസ് 0.1 ആണെന്ന് വിചാരിക്കും. ആ ഒരു 0.1 വെച്ചിട്ട് നിങ്ങൾക്ക് ഗോൾഡിലാണ് ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കും. ബാക്കി ഏകദേശം എല്ലാത്തിലും സെയിം ആണ്. സ്റ്റിൽ ഗോൾഡിലാണ് ഞാൻ മോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വ്യൂവേഴ്സും അധികം ഗോൾഡിലാണ്, അതുകൊണ്ട് തന്നെ പറയുകയാണ്. ഗോൾഡിലാണ് ട്രേഡ് എടുക്കുന്നത് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഈ 0.1 ലോട്ട് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലിക്വിഡേറ്റ് ആവാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ബുള്ളിഷായിട്ട് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ 0.1 ലോട്ട് എടുക്കുക. 10,000 ലോട്ട് ഉണ്ട്, 0.1 ലോട്ട് എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു 2700 എടുത്ത ലോട്ടാണ്. ഓക്കെ, ആ 2700 ഈ 0.1 ലോട്ട് പ്രൈസ് എത്ര താഴെ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ ലിക്വിഡേറ്റ് ആവുക എന്നുള്ള കാര്യം ചിന്തിക്കുക. വളരെ 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 റെയർ കേസിൽ മാത്രമേ അങ്ങനെ ഒരു സിനാരിയോ വരുള്ളൂ. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം 0.1 ഒരു 10 പോയിന്റ് മൂവ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഒരു 1 പോയിന്റ് മൂവ് ചെയ്യുന്ന ടൈമിലാണ് എന്ത് വരുന്നത്, ചെറിയ എമൗണ്ട് മാത്രമേ അത് അവിടെ മിസ് ചെയ്യുന്നുള്ളൂ. 2700 600 500 താഴെയൊക്കെ പോയി കഴിഞ്ഞാലാണ് ചിലപ്പോൾ ഇത് ലിക്വിഡേറ്റ് ആവുള്ളൂ. അപ്പോഴും ചിലപ്പോൾ ലിക്വിഡേറ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഡേ ട്രേഡേഴ്സ് ചെയ്യുക, ചെറിയ പോയിന്റിൽ SL ഒക്കെ ഇതേപോലെ സ്വിങ്ങിലൊക്കെ SL വെക്കും. പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് വന്ന് നമ്മൾ SL എടുത്ത് പോകും. നമുക്ക് ഓൾറെഡി ക്യാപിറ്റലിൽ നിന്ന് ഒരു ലോസ് വന്നു. ചെറിയ ക്യാപിറ്റൽ ആവുന്ന ടൈമിൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് ക്യാപിറ്റൽ ഒരു ലോസ് വന്നു. ഇങ്ങനെ ഡ്രോ ഡൗൺ എടുത്ത് നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ താഴേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്താണ്, നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനും ടൈം എടുക്കും. ഈ SL വെക്കുക, അടുത്ത SL ഹിറ്റാവും, നെക്സ്റ്റ് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, പിന്നെ SL വെക്കുക, അടുത്ത ഹിറ്റാവും. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുക എങ്ങനെയാണ്, നമ്മൾ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പോവുക. നേരെ മറിച്ച് നമ്മൾ ഇപ്പം ഈ പറയുന്നതുകൊണ്ട് 0.1 ലോട്ട് എടുത്തു, ജസ്റ്റ് ഒരു 50 പിപ്പ് ടാർഗറ്റ് അവിടെ ഇട്ടു, SL വെക്കുന്നില്ല. SL വെക്കാതെ നമ്മൾ അവിടെ ട്രേഡ് അവിടെ ഇട്ട് ഓപ്പൺ ആക്കിയിട്ട് പോയി നോക്ക്. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഡേ ഗോൾഡിൻ്റെ കേസിൽ ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ടാർഗറ്റ് ഹിറ്റാവും, ഇല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഹിറ്റാവും, അതും ഇല്ലെങ്കിൽ തേർഡ് ഡേ. നിങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വീക്ക് അതിനുള്ളിൽ നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റാവും. നിങ്ങൾ ട്രെൻഡ് ഫോളോ ചെയ്ത ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്. റിവേഴ്സിൽ വരുന്ന ടൈമിലൊക്കെയാണ് പിന്നെ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നമ്മൾ ട്രാപ്പായി പോവുക. അങ്ങനെ റിവേഴ്സിൽ വരുന്ന ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കാം. വലിയ ടൈം ഫ്രെയിമിൽ, അതായത് 4 ഹവറിലോ 1 ഡേയിലൊക്കെ സ്ട്രക്ചർ ബ്രേക്ക് ആകുന്ന ടൈമിൽ എക്സിറ്റ് ചെയ്യുക. അന്നേരം മാത്രം എക്സിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ട്രേഡിങ് മാറ്റിക്കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു നല്ല ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രേഡേഴ്സ് കാര്യങ്ങൾ സിസ്റ്റത്തിൽ SL വെക്കുന്നത് വളരെ കുറവായിരിക്കും. ഐ മീൻ ആപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് ടെർമിനലിൽ SL എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രീ സെറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അവരൊരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇത് ക്ലോസിങ് കിട്ടുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവും. എൻ്റെ കേസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ തരാറുണ്ട്. അപ്പോഴൊക്കെ SLൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിന് മേലെ പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എക്സിറ്റ് ആവുമെന്ന് പറയും. അല്ലാതെ ഈ പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെയാണ് എൻ്റെ SL, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ SL ഹിറ്റാവുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ ചെറിയ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ടിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക. നല്ല വലിയ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ട്രേഡ് എടുക്കാം. ഒരു അധികം ലോസുകളില്ലാതെ സേഫായിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും. അത് എപ്പോഴും ഇങ്ങനെ ആവുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു 80-90% നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടാവും മാർക്കറ്റിൽ. നിങ്ങളെ സൈഡിലേക്ക് എപ്പോഴെങ്കിലും ട്രേഡ് വന്നത് ഹിറ്റാവുന്നുള്ളത്. പിന്നെ റെയർ കേസിൽ മാത്രമാണ് ഇതേപോലെ റിവേഴ്സൽ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിലാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പഠിക്കണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ നോക്കണം. അതൊക്കെ നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ ബ്ലൈൻഡായിട്ട് പോയിട്ട് ഒരു സെൽ സൈഡ് അല്ലെങ്കിൽ ബൈ സൈഡിലേക്ക് ട്രേഡ് എടുത്ത് ഒരു ടാർഗറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പിന്നെ ആ പ്രൈസ് കാലങ്ങളോളം തിരിച്ചു വരാണ്ടിരിക്കും. കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ആയി പോകും എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും. സോ ഇങ്ങനെ ട്രേഡിംഗ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. അതായത് റീറ്റെയിലേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്കെതിരെയായിരിക്കും നമുക്കെതിരെയായിരിക്കും എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേ ചെയ്യുക.
അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോയിൽ എന്താണ് നോർമൽ റീറ്റെയിലേഴ്സ് തിങ്ക് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കാം പ്രൈസ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നേരെ മാറി ചിന്തിച്ചു. ഓക്കെ, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞ് ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് ട്രേഡ് സെറ്റപ്പ് മാറ്റിക്കൊണ്ടുവരിക. ഇങ്ങനെ മാറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ നല്ല ഗ്രോത്ത് കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇതേപോലെ SL ഹണ്ടിങ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇനിയും സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അധികം ആരും പറയാത്ത കുറേ കാര്യങ്ങൾ, നോർമൽ ടെക്നിക്കൽസ്, തിയറി കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അധികം ആൾക്കാർ നിങ്ങൾക്ക് ഷെയർ ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ തിങ് മാർക്കറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആവുന്ന ടൈമിൽ അതെല്ലാവർക്കും accessible ആണ്. അപ്പോൾ അത് ഈ വലിയ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇത്രയും പൈസ മാർക്കറ്റിൽ ഇടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം മാർക്കറ്റിലുണ്ട് എന്നറിയാൻ അതിനായിട്ട് ടീം ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ഫുള്ളി എന്ത് ചെയ്യാൻ പാടില്ല, റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രാറ്റജി വെച്ച് പോവുക. പിന്നെ നമ്മൾ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഇവോൾവ് ആവേണ്ടി വരും. കാരണം നമ്മളത് വർക്കിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, മറിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഒരു ടൈം പീരീഡിലേക്ക് വർക്ക് ചെയ്താൽ ചിലപ്പോൾ ആ സെയിം സ്ട്രാറ്റജി പിന്നെ വർക്ക് ചെയ്യണമെന്നില്ല. കാരണം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിൽ ഡാറ്റ അനലൈസ് ചെയ്യാനും ഇതിലെ എങ്ങനെയാണ് ഇത് വർക്കിംഗ് എന്ന് കണ്ടുപിടിക്കാനും സിസ്റ്റമുണ്ട്, ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കാരണം നിങ്ങൾ വലിയ രീതിയിൽ ചിന്തിക്കുക, ഓക്കെ ഇതിന് പുറകിൽ ആൾക്കാരുണ്ട്, അപ്പോൾ എന്താണ് കുറച്ച് ടൈമിലേക്ക് അത് പോകും, പിന്നെ അവരത് കണ്ടെത്തും, അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് നോക്കും. കാരണം പ്രോഫിറ്റബിൾ അവരതിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യും, അവർക്ക് പ്രോഫിറ്റബിൾ ആവണം. അറ്റ് ദ എൻഡ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് സൈക്കിൾ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സോ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ ഞാൻ വീണ്ടും വേറൊരു പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ കൂടുതൽ ഇതേപോലുള്ള കാര്യങ്ങളും ഈ മാർക്കറ്റ് സീക്രറ്റ്സ് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. See you.